ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തമ്മിലുണ്ടാകും അറിയാം, നമ്മളൊരു ഓട്ടോ റൂട്ട് പാക്കേജിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് നോർമലി നമ്മൾ നാവിഗേറ്റർ വെച്ചിട്ടാണ് നമ്മൾ വേറൊരു രീതിയിൽ റൗട്ട്സ് എല്ലാം കൂടെ ഒരു സെപ്പറേറ്റ് ഫയലിൽ എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പാക്കേജസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓട്ടോ റൗട്ട് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്, പിന്നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡർ റണ്ണർ പാക്കേജ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഓട്ടോ റൗട്ടും ഓട്ടോ റൗട്ട് ജനറേറ്ററും എന്താണെന്ന് അറിയണം. ഓട്ടോ റൗട്ട് പാക്കേജ് നമ്മുടെ റൗട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. നാവിഗേഷൻസ്, ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാനും ഡിപ്പെൻഡൻസീസും എല്ലാം ഉണ്ടാണ്ടേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ റൗട്ട് ലേറ്റസ്റ്റ് വെർഷൻ, അതുപോലെ തന്നെ ഓട്ടോ റൗട്ട് ജനറേറ്റർ, ബിൽഡർ ഉണ്ട്, ഇതിൽ ലേറ്റസ്റ്റ് വെർഷൻസ് ഇടുക. ഓട്ടോ റൗട്ട് എങ്ങനെ റൗട്ട് ചെയ്യാം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. അതിനൊരു മെയിൻ ഫംഗ്ഷൻ നമ്മൾ എല്ലായിടത്തും പറയുന്നത് പോലെ ഒരു മെയിൻ ഫംഗ്ഷന് റൺ ആപ്പ്, അതിനകത്ത് ഒരു വിഡ്ജറ്റ് ഞാൻ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞൊരു ആപ്പ് വിഡ്ജറ്റ്, അതിനകത്ത് ഒരു മെറ്റീരിയൽ ആപ്പ്, നമുക്കൊരു ഫസ്റ്റ് പേജ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ഫസ്റ്റ് പേജിലേക്കാണ് അത് നാവിഗേറ്റ് ചെയ്ത് പോകേണ്ടത്. നമുക്ക് ജസ്റ്റ് ഇവിടെ റിമൂവ് ചെയ്യാം ഫസ്റ്റ് പേജ്. അപ്പോൾ ഞാൻ പേജസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. പേജസിൽ ഒരു ഫസ്റ്റ് പേജ് ഉണ്ട്. ഫസ്റ്റ് പേജിനകത്തുള്ളത് നമുക്ക് എന്താണ്, സ്കഫോൾഡ് ഉണ്ട്. സ്കഫോൾഡിൻ്റെ കൂടെ തന്നെ ബോഡിയിൽ സെൻറ്റർ വിഡ്ജറ്റായിട്ട് ഒരു ചൈൽഡ് ഉണ്ട്. ചൈൽഡിനൊരു ടെക്സ്റ്റിൽ ഏത് പേജെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ ഫസ്റ്റ് പേജ്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം മെയിനോട് വേണ്ടത് ഫസ്റ്റ് പേജ് അതിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. നമുക്കിന്നത് ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആക്കി കൊടുക്കാം. ഇത് നമുക്കിനൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് റൺ ചെയ്ത് മുന്നായിട്ട് നമുക്ക് ഓൾറെഡി വേണ്ടുന്ന പാക്കേജസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിടാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് വേണ്ടുന്ന പാക്കേജസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത് ഓട്ടോ റൗട്ട് ഡിപ്പെൻഡൻസി ആഡ് ചെയ്യണം. ഓട്ടോ റൗട്ട്, അതുപോലെ തന്നെ നമുക്ക് ബിൽഡർ റണ്ണറും ഓട്ടോ റൗട്ട് ജനറേറ്ററും, ഈ 3 ഡിപ്പെൻഡൻസീസ് ആണ് നമുക്ക് റൗട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഓക്കെ, ഓട്ടോ റൗട്ട് ജനറേറ്ററും ബിൽഡർ റണ്ണറും അതുപോലെ തന്നെ ഓട്ടോ റൗട്ടും. നമുക്കിനി നമുക്ക് ഒബ്ജക്റ്റ് ക്യാമിൽ ഒന്ന് സേവ് ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, നമുക്ക് എക്സിറ്റ് കോഡ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എറേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ്. ഓക്കെ, നമുക്ക് പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലെ ബ്ലോക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ആയ ബ്ലോക്കും ക്യൂബിറ്റും എല്ലാവരും ട്യൂട്ടോറിയൽസ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഉണ്ടായിരുന്നു API ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് നമുക്ക് ചെയ്യാം. ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ട്യൂട്ടോറിയൽസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ടെലഗ്രാമിലൊരു ചാനലുണ്ട്, ആക്സസ് കോഡ്സ് എന്ന് പറയുന്നത്. അവിടെ വന്നാൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള ഡെവലപ്പേഴ്സ് എന്നാണ് ഉള്ളത്, ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. എനിക്ക് ഹെൽപ്ഫുൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, മെയിനായിട്ട് ഈ പാക്കേജ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫയൽസ് നമ്മളിപ്പോൾ നാവിഗേഷൻ വേണ്ടി തന്നെ നമ്മളൊരു 3 ലൈൻസ് ഓഫ് കോഡ്സ് നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ട്. അത് നാവിഗേഷൻസിൻ്റെ
അപ്പോൾ അതിനകത്ത് അത് എങ്ങനെ ഈസി ആയിട്ട് നെയിംഡ് റൗട്ട് വെച്ചൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് അതിന് ഹെൽപ്ഫുൾ ആയിട്ടൊരു പാക്കേജാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് ലോഡ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇനീഷ്യലി കൊടുത്തിരിക്കുന്ന പേജ് ഫസ്റ്റ് പേജാണ്. നമുക്കൊരു 1-2 പേജസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പേജസിനകത്തൊരു സെക്കൻഡ് പേജ്. അതിന് നമുക്ക് ഇവിടെ കൊടുത്ത പോലെ തന്നെ ഒരു ബോഡി കോപ്പി ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജിലൂടെ നാവിഗേറ്റ് ആയിട്ട് പോയിട്ട് നാവിഗേഷൻ വർക്ക് നോർമൽ നാവിഗേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോളത്തിലാക്കാം. ഫസ്റ്റ് പേജിൻ്റെ ടെക്സ്റ്റിനെ നമുക്കൊരു ഇതിനെ ഡിസൈൻ ചെയ്ത് നമുക്കൊരു നാവിഗേഷൻ ആക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഒരു കണ്ടെയ്നർ റാപ്പ് ചെയ്യുന്നു. അതിനൊരു വിഡ്ത്ത് ടെക്സ്റ്റൈൽ ഫോണ്ട് സൈസ് കളർ കൊടുക്കാൻ കാര്യം കളേഴ്സ് ഓക്കെ, നമുക്ക് ഇത്രയും തന്നെ മതിയായിരിക്കും. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടൻ്റെ കളറ് കാര്യങ്ങളും ഇതേപോലെ തന്നെ കണ്ടെയ്നറിന് ഡെക്കറേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടെയ്നറിന് ഡെക്കറേഷൻ കൊടുക്കുന്നത് നമ്മൾ ഇതിനകത്ത് തന്നെ ഡെക്കറേഷൻ ഉണ്ട്. അതായത് ബോർഡർ റേഡിയസ് കൊടുക്കുന്നത് ഡെക്കറേഷൻ, ബോക്സ് ഡെക്കറേഷൻ, അതിനകത്ത് റേഡിയസ് ബോർഡർ റേഡിയസ് തൊട്ട് സർക്കുലർ കൊടുത്ത് നമുക്ക് അതിനകത്ത് 20 പാസ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അതുപോലെ ഈ കളേഴ്സ് അപ്പോൾ ഇവിടെ കൊടുക്കരുത്. കളേഴ്സ് നമ്മൾ ഡെക്കറേഷനകത്ത് കൊടുക്കണം, അല്ലാതെ നമുക്ക് എറർ വരും. ഓക്കെ, സേവ് ചെയ്താൽ അതിൻ്റെ ബോർഡർ റേഡിയസ് നമുക്ക് റൗണ്ടായി കിട്ടാം. നമുക്ക് ഇവിടെ ഒരു 10 ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഒരു കസ്റ്റമായിട്ടൊരു ബട്ടൻ്റെ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ കണ്ടെയ്നർ ഇനി എങ്ങനെ ഒരു ബട്ടൺ പ്രസ് കൊണ്ടുവരാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയൊരു വിഡ്ജറ്റാണ് ഗസ്റ്റ് ഡിറ്റക്ടർ എന്നുള്ളത്. അപ്പോൾ റാപ്പ് വിത്ത് വിഡ്ജറ്റ് ഗസ്റ്റ് ഡിറ്റക്ടർ, അതിനകത്ത് ഒരു ഓൺ ടാപ്പ് ഫംഗ്ഷൻ ഉണ്ട്. ഓൺ ടാപ്പിന് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ഇതിനകത്ത് ടാപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ പ്രസ് കിട്ടും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പേജ് ബട്ടൺ ടാപ്പ്. ഓക്കെ, നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് പേജ് ലോഡായിട്ടുണ്ട്. നമ്മളിവിടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പേജ് ബട്ടൺ ടാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുണ്ട് അതവിടെ വർക്കിംഗ് ആണ്. നമുക്കിനി ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ് പേജിലോട്ട് പോകണം. അപ്പോൾ സെക്കൻഡ് പേജിൽ നമുക്കൊരു ആപ്പ് ഉണ്ടാക്കിയിടാം. ഓക്കെ, ഫസ്റ്റ് പേജ്. ഇനി നാവിഗേഷൻ, നോർമൽ നാവിഗേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്ന പോലെ നാവിഗേറ്റർ ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് പുഷ് റൗട്ട് വെച്ചാൽ മെറ്റീരിയൽ പേജ് റൗട്ട്.
ബിൽഡറിനകത്തൊരു കോണ്ടെക്സ്റ്റ്, എന്താ സെക്കൻഡ് പേജ്. ഇങ്ങനെയാണ് നോർമലി എല്ലാവരും റൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഫോർമാറ്റ് ചെയ്താൽ നമുക്ക് കോഡ് ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കത് ഒന്ന് റീസെറ്റ് നാവിഗേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ ബട്ടൺ പ്രസ്സിൽ നാവിഗേഷൻ സെക്കൻഡ് പേജിലോട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് പേജ് വന്നിട്ടുണ്ട്, ഒരു ബാക്ക് ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ റൗട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാവർക്കും ഡൗട്ടാണ്, ഈ പേജ് നമ്മളിപ്പോൾ ലോഗിൻ പേജ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരരുതെന്നൊക്കെ പറയും. എന്തുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്താൽ നമ്മൾ ലോഗ് ഔട്ട് ചെയ്താൽ മാത്രമേ തിരിച്ചു വരാം. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഇവിടെ ഒരു ബാക്ക് കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴും തിരിച്ചു വരണം. അതിന് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പുഷ് റീപ്ലേസ്മെൻറ്റ്. പുഷ് റീപ്ലേസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വട്ടം പുഷ് റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ നമ്മൾ പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള പേജസ് എല്ലാം അത് റിമൂവ് ആക്കി കളയും, ക്ലിയർ ചെയ്ത് കളയും. അപ്പം നമ്മളൊരു ഫസ്റ്റ് പേജ് കയറുന്ന വിട്ട് അറിയിച്ചത് പിന്നെ എൻ്റെ ബാക്കിലോട്ടൊരു മറ്റേ ലെയർ വെച്ചിട്ട് അടിയിലോട്ട് നമുക്ക് പേജസ് ഒന്നും കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ ചെയ്താണ് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുഷ് റീപ്ലേസ്മെൻ്റ് ആക്കി, പുഷ് എന്നുള്ളത് നമ്മളിനി ഇവിടെ ബട്ടൺ ടാപ്പ് ചെയ്താൽ നമുക്കിവിടെ ബാക്ക് ബട്ടൺ കാണില്ല. അതുപോലെ തന്നെ മൊബൈലിൻ്റെ സിസ്റ്റം ഡിഫോൾട്ട് ആയിട്ടുള്ള ബാക്ക് ബട്ടൺ പ്രസ് ചെയ്താലും ബാക്ക് ബട്ടൺ ഇത് നമ്മൾ തിരിച്ചു പോകില്ല, അടുത്ത പേജിലോട്ട് പോകില്ല, ഇനി സെക്കൻഡ് പേജിൽ നിന്ന് പോകില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ലോഗിൻ വെച്ച് കഴിയുമ്പോൾ ഈ പുഷ് റീപ്ലേസ്മെൻറ്റ് പുഷ് നമ്മളെ വ്യത്യാസം കൊണ്ടാണ്. ഓക്കെ, നമുക്കിപ്പം ഹോം പേജിൽ വന്നിട്ട് തിരിച്ച് പുഷ് ഉണ്ടാക്കരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജിൽ നാവിഗേറ്റ് ചെയ്ത് കാണിച്ചു. ഇനി ഇത് നോർമൽ നാവിഗേഷൻ. ഇനി അങ്ങനെ റൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമുക്കൊരു റൗട്ടർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, റൗട്ടറിനകത്ത് ഒരു ഫയൽ ആപ്പ് റൗട്ടർ, ഒരു ആപ്പ് റൗട്ടർ എന്ന് പറഞ്ഞ ഫയലുണ്ട്. നമ്മളിനി ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഡോളർ സിമ്പിൾ വെച്ചിട്ട് ആപ്പ് റൗട്ടർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളതിനെ ഒരു മെറ്റീരിയൽ ആട്ടോ റൗട്ടർ വെച്ചിട്ട് റാപ്പ് ചെയ്യണം. മെറ്റീരിയൽ ആട്ടോ റൗട്ടറിനകത്ത് നമ്മൾ റൗട്ട്സ് ഉണ്ട്, റൗട്ട്സ് എന്ന ഫയലുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് പാസ് ചെയ്യേണ്ടത് ഡിഫോൾട്ടുള്ള നെയിം വരണം. അതായത് നമ്മുടെ പേജ് എന്നുള്ള നെയിം എല്ലായിടവും മാറ്റിയിട്ട് റൗട്ട് എന്ന് പറഞ്ഞ് ആയിരിക്കും നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ റീപ്ലേസ് ചെയ്യുന്നത്. പേജ് എന്ന പോർഷൻ മാറ്റി റൗട്ട് എന്ന പോർഷൻ ആക്കും. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ പേജസിന് ഇവിടെ നമ്മൾ ഹോം പേജ് നെല്ല് ഫസ്റ്റ് പേജ് നെല്ല് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് റൗട്ട് എന്നാവും നമ്മൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ റൗട്ട് ചെയ്യേണ്ട പേജസ് ഏതൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അതായത് ഓട്ടോ റൗട്ടിൽ ഒരു പേജ് ഉണ്ടാവും. പേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്തൊക്കെ പേജൊക്കെ ഉള്ളത്, ഫസ്റ്റ് പേജ് ഉണ്ട്. ഫസ്റ്റ് പേജ് നമ്മളത് ഇനീഷ്യൽ ആയതുകൊണ്ട് ആദ്യം ഓൺ ആവേണ്ടതായതുകൊണ്ട് നമ്മൾ ഇനീഷ്യൽ ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ഉള്ളത്, അടുത്ത പേജ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പേജ് ഉണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എറേഴ്സ് ഒന്നുമില്ല. നമ്മളിപ്പം കറക്റ്റ് ആയിട്ടുള്ള റൗട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയൽ ജനറേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു കമാൻഡ് ഉണ്ട്. ടെർമിനൽ ഓണാക്കിയിട്ട് ജസ്റ്റ് ഫ്ലട്ടർ റൺ ബിൽഡർ റണ്ണർ വാച്ച് ഡിലീറ്റ് കോൺഫ്ലിക്റ്റിംഗ് ഔട്ട്പുട്ട്സ്. ഓക്കെ, ഫ്ലട്ടർ പബ് റൺ ബിൽഡ് റണ്ണർ വാച്ച് ഡിലീറ്റ് കോൺഫ്ലിക്റ്റിംഗ് ഔട്ട്പുട്ട്സ്. ഇവിടെ നമുക്ക് ഈ വാച്ചിന് പകരം ബിൽഡും കൊടുക്കാം. അതായത് ഒറ്റ തവണത്തേക്ക് നിങ്ങൾക്ക് ഈ ഫയൽ ജനറേറ്റ് ആയാൽ മതി. നമ്മൾ സേവ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടിന്യൂസ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് ഫയൽ നമ്മളിത് എക്സിറ്റ് ചെയ്യുന്നവരെ ഈ ഫയൽ നമ്മളിങ്ങനെ സേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്താ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ടൈം എടുക്കും. നമുക്ക് ജനറേറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
നമുക്ക് ജനറേറ്റ് കഴിയുമ്പോൾ നമ്മൾ റൗട്ടിനകത്തൊരു ആപ്പ് റൗട്ടർ ഡോട്ട് ആണെന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആപ്പ് റൗട്ടർ ഡോട്ട് ജി ഡോട്ട് അവിടെ ജനറേറ്റഡ് ഫയലോടെ നമുക്കിവിടെ വിസിബിൾ ആവുന്നതാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫോൾട്ടായിട്ടുള്ള കോഡുകളെല്ലാം ഇത് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, റൗട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഫയൽ നോക്കാം. അതായത് ആപ്പ് റൗട്ടർ ഡോട്ട് ജി ആർ ഡോട്ട് ഡാട്ട് ഇതിൽ നമുക്ക് നോക്കിയാൽ കേട്ടോ ഈ ഫയൽസ് എല്ലാം ആപ്പ് റൗട്ടർ നമ്മൾ ആ ലോറർ ക്ലാസ് ആപ്പ് റൗട്ടർ എഴുതിയതുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഫയൽസാണ് ഇതൊക്കെ. ഇവിടെ തന്നെ ഒരു ആപ്പ് റൗട്ടർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ആകുന്നുണ്ട്. അതായിരിക്കും നമ്മൾ യു ഐയിൽ വിളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ഈ മെറ്റീരിയൽ ആപ്പിനെ നമ്മളൊന്ന് റാപ്പ് ചെയ്യണം. അതെന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ആപ്പ് ഡോട്ട് റൗട്ടർ എന്നാണ്. മെറ്റീരിയൽ ആപ്പ് ഡോട്ട് റൗട്ടർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. അതിനകത്ത് 2 ഫയൽസാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നു. മെറ്റീരിയൽ റൗട്ടർ ഈ ഒരു ഫംഗ്ഷനകത്ത് നമ്മളുണ്ട് റൗട്ടിന് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അതുപോലെ തന്നെ റൗട്ടർ ഡെലിഗേറ്റും പാസ് ചെയ്ത് കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളതിനൊരു മറ്റൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈനൽ ആപ്പ് റൗട്ടർ ഈക്വൽ ടു ആപ്പ് റൗട്ടർ. ഇത് ഡോളർ സിമ്പിൾ ഇല്ലാത്ത ആപ്പ് റൗട്ടർ ആണ്. എന്താ വെച്ചാൽ ജനറേറ്റഡ് ഫയൽസിനകത്ത് റൗട്ടറാണ് നമ്മളിവിടെ വിളിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ പാസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ആപ്പ് റൗട്ടർ ഈ ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഡിഫോൾട്ട് റൗട്ട് പാസ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ജനറേറ്റഡ് ഫയലിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ ആപ്പ് റൗട്ടർ ഡോട്ട് ഡെലിഗേറ്റ് ഈ 2 ഫംഗ്ഷൻസ് നമ്മൾ മസ്റ്റായിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഹോമും അതുപോലുള്ള കാര്യങ്ങളും നമുക്കിവിടെ പാസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മുടെ ഉള്ള ഹോം നമ്മളെടുത്ത് കഴിഞ്ഞ് നമുക്ക് തീംസ് കാര്യങ്ങളിലൂടെ പാസ് ചെയ്ത് കൊടുക്കാം. ഹോമും കാര്യങ്ങളിലൂടെ പാസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. അതല്ല ഇനിഷ്യലി നമ്മുടെ റൗട്ട് മാനേജ് ചെയ്തോളൂ ഏത് പേജിലോട്ടാണ് ഇനിഷ്യലി പോകേണ്ടത് എന്ന്. നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യുന്നു ചേഞ്ചസ് ഒന്ന് അപ്ലൈ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗട്ട് ഫയലിൽ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഓരോ തവണ സേവ് ചെയ്യുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ പുതിയ പേജസ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ജനറേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് പേജിൽ പോയി. ഫസ്റ്റ് പേജിൽ ഇത് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ ഈ ഓട്ടോമാറ്റിക്കലി ഉള്ള അതായത് നമ്മൾ ഓൾറെഡി ചെയ്ത നാവിഗേഷൻ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. കോണ്ടെക്സ്റ്റ് ഡോട്ട് റൗട്ടർ ഡോട്ട് പുഷിനകത്ത് നമ്മൾ റൗട്ട് പാസ് ചെയ്യേണ്ട സെക്കൻഡ് റൗട്ടാണ്. സെക്കൻഡ് പേജ് അല്ല, സെക്കൻഡ് റൗട്ട്. ഓക്കെ, സെക്കൻഡ് റൗട്ട് പാസ് ചെയ്യുക. ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മളൊരു മറ്റേ 3 ലൈൻ ഓഫ് കോഡ് എഴുതുന്ന വരെ ഒറ്റ ലൈനിൽ നമുക്ക് റൗട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഇതിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ അനുസരിച്ച് ഈ ഫയൽ ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെക്കൻഡ് പേജിലൂടെ റൗട്ടായി ബാക്കും വന്നു. ഓക്കെ, നമുക്കിനി വേറൊരു പേജിലോട്ട് റൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണം. ആ പുതിയ പേജിലോട്ട് റൗട്ട് ആവണമെന്ന് വെച്ചോ. അപ്പോൾ എന്താ ചെയ്യാം, നമുക്കിപ്പോൾ സെക്കൻഡ് പേജിൽ പോയിട്ട് സെക്കൻഡ് പേജിൽ നിന്ന് തേർഡ് പേജിൽ പോകണമെന്ന് വെച്ചോ. അപ്പോൾ എന്താ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്കിവിടെ അപ്പുറത്ത് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ സ്കഫോൾഡ് ഇവിടെ നിന്ന് കോഡ് ചെയ്യാൻ പറ്റില്ല. സ്കഫോൾഡ് കോപ്പി ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പേജ് എന്നുള്ളത് ടു തേർഡ് പേജിലോട്ട് സെക്കൻഡ് പേജിലുള്ള പേജാണിത്. ടു തേർഡ് നമുക്ക് ഈ റൗട്ടൊക്കെ ഇവിടെ നിന്ന് അറിയാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ടു തേർഡ് എന്ന് പറഞ്ഞാൽ തേർഡ് പേജിലോട്ട് നമ്മളൊരു ബട്ടൺ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പേജ്. നമുക്കിവിടെ ഓൾറെഡി ഫസ്റ്റ് പേജ് എന്നുള്ള സെക്കൻഡ് പേജാണ് ഇവിടെ സെക്കൻഡ് പേജാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കിനി ഇത്രയും മാത്രമാണുള്ളത്. നമ്മൾ റീസ്റ്റാർട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ബട്ടൺ കാണാം. എന്ത് ബട്ടണാണ് കാണുന്നത്, ടു തേർഡ് പേജ് എന്നുള്ള ബട്ടൺ കാണാം. ഓക്കെ, അവിടെ ആപ്പ് ബാർ കിട്ടിയിട്ടുണ്ട് ബട്ടൺ കാണുന്നത്. സെക്കൻഡ് പേജിൽ നമുക്കൊരു ആപ്പ് ബാറോടെ ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, ഫസ്റ്റ് പേജ് ഉണ്ട്. ഫസ്റ്റ് പേജിന് നാവിഗേറ്റ് ചെയ്ത് നമ്മുടെ ഒരു സെക്കൻഡ് പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് പേജിൽ നിന്ന് തേർഡ് പേജിലോട്ടൊരു നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. തേർഡ് പേജ്.art. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു എംബഡ് മെറ്റീരിയൽ സ്റ്റൈലസ് തേർഡ് പേജ്, അതിനകത്തൊരു സ്കഫോൾഡ് അറിയാം. നമുക്കൊരു പേജ് ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്പ് ബാർ കൊടുക്കാം. ആപ്പ് ബാറിൽ ടൈറ്റിൽ, ടെക്സ്റ്റ്, ഒരു തേർഡ് പേജ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, തേർഡ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ആപ്പ് റൗട്ടറിൽ പറഞ്ഞു കൊടുക്കണം. തേർഡ് പേജ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടെന്ന്. അതൊരു ഓട്ടോ റൗട്ടർ പേജ് എന്ന് പറയുന്നത് തേർഡ് പേജ് പറഞ്ഞു. ഇവിടെ ഒരു കോമന്റ് ഇതൊന്ന് സേവ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി തേർഡ് പേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്, കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് പേജിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബട്ടണിൽ context.router, എന്നിട്ട് ആ റൗട്ടർ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. context.router.push ഏതാ? തേർഡ് റൗട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് നമുക്ക് അപ്പം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് GRഉം റൗട്ടർ എക്സ് നമ്മൾ ഇമ്പോർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ പുഷും റീപ്ലേസും എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ ഫസ്റ്റ് പേജ് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് ഒരു സെക്കൻഡ് പേജിൽ വന്നു. ഇനി തേർഡ് പേജിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളൊരു തേർഡ് പേജിലെത്തി. ബാക്ക് ബട്ടൺ ഇങ്ങനെ നമ്മൾ ബാക്ക് ബട്ടൺ context.router.pop എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ പോപ്പ് കൊടുത്താലും നമുക്ക് ഇതുപോലെ തിരിച്ച് വരുന്നതാണ്. ഞാൻ എഴുതി കാണിക്കാം. context.router.pop ഉണ്ട്, അതുപോലെ തന്നെ റീപ്ലേസ് ആളുണ്ട്. ഇതെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഒരു സാമ്പിൾ വായിച്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക്സ്. അതുപോലെ തന്നെ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് ആക്സസ് കോഴ്സ് ടെലഗ്രാം സെർച്ച് ചെയ്യാൻ ഗ്രൂപ്പ് കിട്ടും, അവിടെ ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.